പവിഴദ്വീപിൽ അറബിപ്പെണ്ണ് തേടിയെത്തിയ മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക സ്പന്ദനങ്ങളുമായി വിഷൻ അറേബ്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിത പ്രാരാബ്ദങ്ങളെ മറികടക്കാൻ പ്രവാസിയാവാൻ വിധിക്കപ്പെടുന്ന ജീവിതങ്ങളെ വിധി വേട്ടയാടുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ വരുന്ന ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അവർക്ക് ഒരു താങ്ങായോ സാന്ത്വനമായോ നമുക്ക് കഴിയുമെങ്കിൽ. തന്റെ ജീവിതത്തിൽ ഉടനീളം വിധി വേട്ടയാടിയ മാവേലിക്കര സ്വദേശിയായ വിശ്വനാഥൻ ഇത്തരത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ്. രോഗങ്ങൾ വിടാതെ പിന്തുടരുന്ന വിശ്വനാഥൻ പ്രാർത്ഥിക്കുകയാണ്, തന്റെ ഈ ഗതി മറ്റാർക്കും വരുത്തരുതേ എന്ന്. ഒന്നൊഴിയുമ്പോൾ മറ്റൊന്നായി രോഗങ്ങൾ. വയറിനെ ബാധിച്ച ക്യാൻസറാണ് ഇപ്പോൾ അലട്ടുന്നത്. 4 കീമോതെറാപ്പി എടുക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്തെങ്കിലും ചികിത്സ എങ്ങും എത്തിയിട്ടില്ല. മലമൂത്ര വിസർജനത്തിനായി വയറിന് പുറത്ത് പ്രത്യേക ബാഗ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതും താങ്ങിയാണ് ഇപ്പോൾ വിശ്വനാഥന്റെ ജീവിതം. മാവേലിക്കര കറ്റാനം ചക്കാലപ്പടിയിറ്റതിൽ വിശ്വനാഥൻ ബഹ്റൈനിലെത്തിയിട്ട് 22 വർഷത്തോളമായി. 1985 ഒരു വലിയ ആക്സിഡന്റിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടു എങ്കിലും വണ്ടിക്കിടയിൽപ്പെട്ട വലതുകാലിന്റെ എല്ലുകൾ 12 കഷ്ണമായാണ് അന്ന് ഒടിഞ്ഞു തൂങ്ങിയത്. ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി കാലിൽ സ്ഥാപിച്ച ആണികളുമായാണ് ഇപ്പോഴും വിശ്വനാഥന്റെ നടത്തം. പിന്നെയും ദുരന്തങ്ങൾ, ഹൃദയാഘാതം, ഭാര്യയുടെ അസുഖം എന്നിങ്ങനെ വിശ്വനാഥനെ പിന്തുടർന്നു. ഇടയ്ക്കിടെയുണ്ടായ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ക്യാൻസർ ബാധ കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴേക്കും രോഗം ലിവറിനെയും ബാധിച്ചിരുന്നു. ജൂൺ മാസത്തിൽ ഒരു ദിവസം വൈകിട്ട് ഇതുപോലെ ജസ്റ്റ് വേദന തോന്നി. അപ്പോൾ സാറിന് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും പോകാറില്ല. ഞാൻ ചർച്ചിൻ്റെ മുമ്പിലുള്ള ഫാർമസിയിൽ നിന്ന് കുറച്ച് മരുന്ന് മേടിച്ച് കഴിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ വൈകിട്ടായപ്പോൾ എനിക്ക് അതിയായ വേദന തുടങ്ങി. ഞാൻ എമർജൻസി ചെന്ന് അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു വയറ്റിൽ ഏതോ പ്രോബ്ലം ഉണ്ട്, അഡ്മിറ്റ് ചെയ്യണമെന്ന്. അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് പറഞ്ഞു വയറ്റിൽ ട്യൂമറാണ്. ട്യൂമർ ആയിക്കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ഒരു 4-5 ദിവസത്തെ മലം ശരിയായിട്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഈ മലം എല്ലാം കൂടെ വയറ്റ് കളക്ട് ചെയ്തിട്ട് അതങ്ങ് വലുതായിട്ട് നിൽക്കുക, വയർ ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ മാതിരി നിൽക്കുക. പെട്ടെന്ന് അവർ ട്യൂബ് ഏതാണ്ട് ഇട്ടിട്ട് വയർ കംപ്ലീറ്റ് എം ടി ആക്കി. ഒരു 2-3 ദിവസം കഴിഞ്ഞ് എൻ്റെ ആ ട്യൂമറുള്ള ഭാഗം അവർ മുറിച്ച് കളഞ്ഞിട്ട് ഒരു മലം പോകുന്ന ആ ഭാഗം വയറ്റിൻ്റെ ഒരു സൈഡിൽ കിഴുത്ത് ഇട്ടിട്ട് അവിടെ ബാഗ് ഫിറ്റ് ചെയ്തേക്കുക. അപ്പോൾ അത് ഇത് നമ്മൾ ആഹാരം എന്തെങ്കിലും കഴിക്കുമ്പോൾ വെച്ചിട്ട് പെട്ടെന്ന് അറിയാതെ തന്നെ അങ്ങ് നിറയുക അതിന്. അപ്പം അത് ഒരു ബാഗിന് 1 ദിനാർ 200 ഫിൽസാണ് ഇവിടെ. അപ്പോൾ അത് ചിലപ്പം 2 ബാഗും അല്ലെ 3 ബാഗ് എനിക്ക് പെർ ഡേ ചേഞ്ച് ചെയ്യണം. അത് ഭയങ്കര എക്സ്പെൻസാണ്. പിന്നെ മരുന്നാണെങ്കിൽ ഒരു ഗുളികയ്ക്ക് 3 ദിനാറാണ് ഇവിടെ. അപ്പം അത് അഫോർഡ് ചെയ്യാനൊക്കാത്തതിൻ്റെ പേരിൽ ആ ഡോക്ടർ എനിക്ക് നാട്ടിൽ നിന്നുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ആ മരുന്നിന് 10 ഗുളികയ്ക്ക് 1200 രൂപയാണ്. ഒരു ദിവസം എനിക്ക് 6 ഗുളിക വെച്ച് കിമോ കഴിഞ്ഞിട്ട് 15 ദിവസം 6 ഗുളിക വെച്ച് കഴിക്കണം. 90 ഗുളിക 15 ദിവസം കൊണ്ട് എനിക്ക് തീർക്കണം. കിമോയ്ക്ക് ആദ്യം ഇവിടെ കിമോയും മരുന്നും കൂടെ അവരുടെ കണക്കനുസരിച്ച് 400 ദിനാർ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ പേര് ആ ഡോക്ടർ തന്നെ പറഞ്ഞ് മരുന്ന് കഴിക്കാനുള്ള മരുന്ന് ഇന്ത്യയിൽ നിന്ന് വരുത്തിയിട്ട് ഇഞ്ചക്ഷൻ ഇവിടെ ചെയ്യാമെന്ന്. അങ്ങനെ ഇവിടെ ഇഞ്ചക്ഷന് 280 ദിനാറാണ്. അത് പിന്നെ നമ്മുടെ ആൾക്കാർ കുറേ എൻ്റെ ഫ്രണ്ട്സ് അതുപോലൊക്കെ ഉള്ളവരൊക്കെ സഹായിച്ച് 4 ഞാൻ കഴിഞ്ഞു. 4 കിമോ കഴിഞ്ഞു. ഇനി ബാക്കി 2 കിമോ ഉണ്ട്. ആ കിമോ കഴിയാതെ അവർക്ക് ഈ വിളി വെച്ചേക്കുന്ന ബാഗ് എടുത്ത് രണ്ടാമത് പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്ത് അകത്ത് വെക്കാനൊക്കത്തില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ എനിക്ക് ഇവിടുത്തെ ഒരു ജോലി ചെയ്യാനോ എന്തും തന്നെ വലിയ പ്രയാസമായിട്ടിരിക്കുക. ജീവിതം എൻ്റെ വൈഫിന് നേരത്തെ 600 ജോലി കിട്ടിയതാണ്. പെട്ടെന്നായിരുന്നു എൻ്റെ ഈ അസുഖം എല്ലാം കഴിഞ്ഞപ്പം അവളത് ജോലിക്ക് പോകാതായി. വീട്ടിൽ 10-12 പിള്ളേർ 5-6 പിള്ളേരുണ്ട് ഈ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന്. അവർക്ക് ട്യൂഷന് കൊടുത്ത് ഇങ്ങനെ പിന്നെ കൂട്ടുകാർ നല്ല ആൾക്കാരുടെ സഹായം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നിയർലി 500 ദിനാറോളം ആകുന്നുണ്ട് മരുന്നിന് തന്നെ. കാരണം 10,000 ചില്ലുവാനും രൂപ ആകും ഈ 90 ഗുളികയ്ക്ക്. അത് നാട്ടിൽ നിന്ന് കൊറിയർ വഴിയാണ് വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയും ഇത്രയും നാൾ അങ്ങനെ ഓരോരുത്തരെ പൈസ തന്ന് അങ്ങനെ അവിടെ നിന്ന് കൊറിയർ വഴിച്ച് കൊണ്ടുവന്ന് ചെയ്തു. ഇനി കുറച്ച് ബാക്കി ഇനിയിപ്പോൾ എൻ്റെ 10 ഗുളികയുണ്ട്. ഇപ്പോൾ അടുത്ത കിമോ നടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഗുളിക നാട്ടിൽ നിന്ന് എനിക്ക് വരുത്തണം. ക്യാൻസർ ചികിത്സയ്ക്കായി 6 കീമോതെറാപ്പിയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഒരു ഇഞ്ചക്ഷന് 280 ദിനാറായിരുന്നു ചെലവ്. ഭാര്യ ട്യൂഷൻ എടുത്ത് കിട്ടിയ തുകയും ബന്ധുക്കളുമെല്ലാം സഹായിച്ച് ചികിത്സ ആരംഭിച്ചു. തുടർന്ന് കഴിക്കാനുള്ള മരുന്നിന്റെ
ഇവിടുത്തെ വില താങ്ങാൻ കഴിയാത്തതിനാൽ നാട്ടിൽ നിന്ന് കൊറിയറിൽ വരുത്തി. 10 ഗുളികകൾക്ക് 1200 രൂപയായിരുന്നു നാട്ടിലെ വില. ഓരോ കീമോയ്ക്കിടയിലും 90 ഗുളികകളാണ് കഴിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ 4 തവണ കീമോ ചെയ്തു. തുടർന്ന് പണം കണ്ടെത്താനാകാത്തതിനാൽ ചികിത്സ നിലച്ചു. 3 മാസത്തോളമായി ചികിത്സ നടത്തിയിട്ടില്ല. നാട്ടിലെ ഫേമസ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗാധരനായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പൊ പറഞ്ഞു ഒരു അറൌണ്ട് 10 lakhs ആവും ഇതെല്ലാം കൂടെ, ട്രീറ്റ്മെന്റിന്റെ എല്ലാം കൂടെ ആകുമ്പോൾ. അതിനേക്കാൾ ബെറ്റർ നിങ്ങളിവിടെ ചെയ്യുന്നതാണ്. പിന്നെ മെഡിസിൻ ആണെങ്കിൽ ഇവിടുത്തെ ആയിരിക്കും നല്ലത്. നമ്മുടെ നാട്ടിലെ മെഡിസിനേക്കാളും കൊള്ളാവുന്ന മെഡിസിൻസ് ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അത് വല്ലൊരു ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാഗും ഇതെല്ലാം ഒരുപാട് സ്റ്റിച്ചസും ഒക്കെ ഉണ്ടായിരുന്നു. 20-25 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിയായത്. അത് കഴിഞ്ഞിട്ടാണ് കീമോ സ്റ്റാർട്ട് ചെയ്തത്. ആരുമില്ല സഹായിക്കാൻ. ഇപ്പൊ ഇവിടെ ചർച്ചിലൊരു ആൾക്കാര് ഒരു സഹായം ചെയ്തിട്ടുണ്ട്. വേറെ ആരുമില്ല, പേഴ്സണലി ഇല്ല. പിന്നെ ഫാമിലി വൈസും ആരും ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും സഹായിക്കാൻ ആരുമില്ല. തുടർന്ന് സാമൂഹിക പ്രവർത്തകരായ സുധീർ തിരുനെല്ലത്ത്, KT സലീം എന്നിവർ ചേർന്ന് ഇദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. ഇടയ്ക്ക് ചികിത്സ നിർത്തിയതിനാൽ തുടക്കം മുതൽ വീണ്ടും കീമോ ആരംഭിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. ഇതിനായി സ്കാനിങ്ങും രക്തപരിശോധനയും നടത്തി റിസൾട്ട് പ്രതീക്ഷിച്ചിരിപ്പാണ്. ഇദ്ദേഹത്തിന് അസുഖം കഴിഞ്ഞ ജൂൺ മുതൽ തുടങ്ങി എന്നാണ് നമ്മൾ പറയാൻ കഴിഞ്ഞത്. പക്ഷേ 2 ദിവസം മുമ്പ് നമ്മുടെ സോഷ്യൽ വർക്കറായ സുധീർ തിരുനിലത്ത് പറഞ്ഞപ്പോൾ മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽ ഈ കേസ് വന്നിരിക്കുന്നത്. സുധീറും ഞാനും കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ കാണാവുന്നവരെ പരമാവധി കണ്ടുകൊണ്ട് സഹായം ഇദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സഹായിക്കാൻ ദയവ് ചെയ്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് കഴിയാവുന്ന സഹായങ്ങൾ എല്ലാവരും എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇത് കൂടാതെ സൽമാനിയ ഹോസ്പിറ്റലിൽ നാളെ ഇദ്ദേഹത്തെ നോക്കുന്ന ഒരു ഇന്ത്യൻ ഡോക്ടറാണ് ഡോക്ടർ രവി. ഡോക്ടർ രവിയുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് നാളെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടുകൊണ്ട് സൽമാനിയയിൽ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായങ്ങൾ ഡിസ്കൗണ്ടോടുകൂടി ചെയ്യാൻ പറ്റുമോ അത്രയും സഹായങ്ങൾ, അതുകൂടാതെ മറ്റ് ഇവിടുത്തെ ബഹ്റൈനിലെ സൊസൈറ്റികളുമായൊക്കെ ചെയ്യാവുന്ന സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞാനും സുധീർ തിരുനെല്ലത്തും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. 500ഓളം ദിനാർ ഒരു മാസം ചെലവ് വരുന്നുണ്ട്. ഇത് കൂടാതെ മരുന്നിനുള്ള പൈസ എത്ര എന്നുള്ള ഇവർക്ക് തന്നെ അറിയില്ല. കാരണം ഇവിടെ നാട്ടിൽ നിന്ന് പലരും സഹായിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ മരുന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10 ഗുളികക്ക് 1200 ഇന്ത്യൻ രൂപയാണ് ആവുന്നത്. അപ്പോൾ ഈ എല്ലാ സഹായത്തിനും ഇദ്ദേഹം ജോലിക്ക് പോകുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ശ്രീ വിശ്വനാഥൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുകയും ശ്രീ KT സലീമുമായിട്ട് ബന്ധപ്പെടുകയും ബാക്കി അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാക്കാനും അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടുന്ന ചെലവുകൾ എത്തിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവരുടെയും ഇതിനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മലം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന 2 ബാഗുകൾക്ക് തന്നെ 2 ദിനാറിലേറെ ചെലവ് വരും. ഇത് ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കണം. നാട്ടിൽ അമ്മ മാത്രമാണുള്ളത്. ഭാര്യ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന തുകയ്ക്ക് പുറമെ സഹോദരനും പരമാവധി സഹായിച്ചാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. പക്ഷേ ഇനിയുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന വിശ്വനാഥൻ തന്റെ പൂജാമുറിയിൽ ആരാധിക്കുന്ന വിവിധ മതങ്ങളിലെ ദൈവങ്ങൾ കനിയും എന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനകളുമായി കഴിയുന്നു. ഓപ്പറേഷൻ ചെയ്ത ഇത് വെച്ചേക്കുന്നില്ല. ഇതിങ്ങനെ ഇത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ അതിന്റെ തിക്നെസ് എങ്ങനെയാണെന്നുള്ള അത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പാച്ച് ചെയ്യും. പാച്ച് ചെയ്യുമ്പോൾ എന്തോ ചില സമയത്ത് നമ്മുടെ ഈ ആഹാരം ലൂസൊക്കെ ആയി കഴിയുമ്പോണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ കൂടി സൈഡിന്റെ ഇപ്പൊ മറ്റേ ഞാൻ തെളിയിക്കുന്നില്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ആ മലമൊക്കെ പോയി കഴിഞ്ഞ് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടും. ആ സമയത്ത് മരണവേദന ഇങ്ങ് പൊള്ളുന്ന മാതിരിയാണ്. അപ്പൊ തന്നെ ഇത് മാറിയില്ലെങ്കിൽ ഉറങ്ങാനും ഒക്കത്തിൽ ഒന്നും പറ്റില്ല. വിശ്വനാഥനെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ 39515494 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചികിത്സാ സഹായം അയക്കേണ്ട അക്കൗണ്ട് നമ്പർ 0275387127. വിശ്വനാഥൻ ഉണ്ണിത്താൻ, നാഷണൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ.